പണിക്ക് വരുന്നോ? ഒരു വാർപ്പുണ്ട്, ആന്റി മേടിച്ചു തരാം. ഞാനില്ല, എന്റെ ചങ്കേ ഗൾഫീന്ന് വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. അതിനെന്തിനാണ് നീ ഓടുന്നേ? ചുമ്മാ അല്ല, പെട്ടി പൊട്ടിക്കുന്നതിന് മുമ്പേ അങ്ങ് ചെല്ലണം, അല്ലെങ്കിൽ നാട്ടുകാർ വീട്ടിൽ കൈയിട്ട് വരും. ഞാൻ പോട്ടെ, ആദ്യം പോയി എനിക്ക് വരാനുള്ള ടാറ്റാ. ചങ്കേ ചങ്കേ ഞാൻ എത്തി. എന്തൊരു അറബിയാടാ ഇതൊക്കെ എന്തോന്ന്. പിന്നെ എന്താണ് വിശേഷം? സുഖല്ലേ? പിന്നെ സുഖം. എന്നാ തിരിച്ചു പോന്നേ? എന്തോന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അതൊക്കെ വിട്. പിന്നെ എന്തുണ്ട് വിശേഷം? പെട്ടി പൊട്ടിക്കാന്ന്. ഒരു മിനിറ്റ് അവിടെ നിക്ക്. പോക്കറ്റ് വെച്ചു. കഷം പൊക്ക്. ഇത് പോക്കറ്റി ഞാൻ വെച്ചോളാം. എടാ ഇതെനിക്ക് വേണേ, ഇതെനിക്ക് വേണേ. ഇത് ഞാൻ എടുക്കുവാണേ. പിന്നെ ഇത് ഞാൻ എടുക്കുവാണേ. കക്കൂസിലടിക്കാം. റൂമിലടിക്കുന്നു. കുഴപ്പമില്ല. ഇതെവിടെ അടിക്കുന്നേടാ? വണ്ടി തുറക്കുന്ന. കുഴപ്പമില്ല, എന്നെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. വണ്ടി ഉണ്ടോ നിനക്ക്? ഇല്ല. ഇതാർക്കാ? ബാഗ് അമ്മ. എന്നാ ഞാൻ എടുത്തോളാം, ഞങ്ങൾ അമ്മ കൊടുത്തോളാം. പിന്നെ സ്പ്രേ എനിക്കാണേ. സ്പ്രേ എനിക്ക് വേണം, ബാക്കി ആർക്കും കൊടുത്തോട്ടോ. എടാ ഞാൻ ഇത് ഒരെണ്ണം ഇങ്ങ് എടുക്കാം. എന്നിട്ടേ നീ ഇതെല്ലാം ഇതിനകത്ത് ഇട്ടിട്ടേ ബാഗ് കൂടെ കൊണ്ടുപോകും. അത് ശരിയാ, ബാഗും കിട്ടില്ല. അതൊക്കെ അവിടെ കേട്ടെ. എന്താണ് ഇന്ദുചേട്ടന്റെ ഫ്യൂച്ചർ പ്ലാൻ? അങ്ങനെ പ്ലാൻ ആയിട്ടൊന്നുമില്ല. അപ്പൊ എന്നാ തിരിച്ചു പോന്നേ? ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല, നിർത്തി വന്നതാ. അതിനെന്തിനാ ചൂടാവുന്നേ? അങ്ങനെ നാട്ടിൽ വെറുതെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. വെറുതെ നിൽക്കുന്നില്ല, ഞാൻ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനാ. ബിസിനസ് ആണ് നിന്റെ പ്ലാൻ എങ്കിൽ ഗൾഫിൽ നിന്ന് വന്ന ഒരാൾക്ക് കേരളത്തിലെ ടേസ്റ്റ്, മണീന്റെ ടേസ്റ്റ് അറിയത്തില്ല. അത് അറിയാവുന്ന ഒരുത്തം തന്നെ വേണം. ഓക്കെ, നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അല്ലേ നമ്മൾ എന്തോ ബിസിനസ് തുടങ്ങും. നമുക്ക് ആദ്യം ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് IT പാർക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അത് നിനക്ക് കമ്പ്യൂട്ടർ ഗെയിം കളിക്കാനെങ്കിലും അറിയോ? എനിക്ക് ഓണാക്കാൻ പോലും അറിയത്തില്ല. ശരിയാണ്, അല്ലെ പിന്നെ വെറൈറ്റി റൈറ്റ് ഉണ്ട്. കിട്ടി, ബ്യൂട്ടി പാർലർ. ഫ്രഷ് ഐഡിയ, വെറൈറ്റി ആണ്. ഇപ്പൊ ഉണ്ടല്ലോ ഓരോ വീട് ഇടവിട്ട് ഓരോ ബ്യൂട്ടി പാർലറാ. നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ എത്ര ഉണ്ടെന്ന് അറിയാവോ? 1200 അടുത്തുണ്ട്. ഓക്കെ, വേണ്ട, വേറെ ഐഡിയ. എടാ നീ കഴിഞ്ഞ ദിവസം ഉഴുന്നുവട ഉണ്ടാക്കിയതിന്റെ വീഡിയോ ഇട്ടായിരുന്നല്ലോ യൂട്യൂബിനകത്ത്, ഇട്ടില്ലായിരുന്നു? അത് ചുമ്മാ ബോറടിച്ചിട്ട് ചുമ്മാ ഇട്ടതാടാ. ഇട്ടായിരുന്നു. ഉഴുന്നുവടയുടെ ഹോൾസെയിൽ ബിസിനസ് തുടങ്ങിയാലോ? അറിയാവുന്ന ജോലിയാകുമ്പോൾ നല്ലപോലെ ചെയ്യാനും പറ്റും. അതിന് ഉഴുന്നുവടക്കകത്തുനിന്ന് എന്തോ കിട്ടാനാടാ? എടാ പൊട്ട, നിനക്ക് അറിയാത്തല്ലോ, നമ്മുടെ ഈ വാർഡിൽ 200 കുടുംബങ്ങളുണ്ട്. ഓരോ കുടുംബത്തിൽ ഒരാൾ വെച്ച് ഒരു ദിവസം ഉഴുന്നുവട അയച്ചാലോ 200 എണ്ണം. പിന്നെ ഈ പഞ്ചായത്ത് നോക്കുവാണെങ്കിൽ 10,000 കുടുംബമുണ്ട്. ഒരു കുടുംബത്തിന് ഒരാൾ ചോദിക്കുന്ന 10,000 ഉഴുന്നുവട ഒരു ദിവസം. അങ്ങനെ ഒരു 5-6 പഞ്ചായത്തിലെ മാത്രം ഉഴുന്നുവട കച്ചവടം പിടിച്ചു കഴിഞ്ഞാ പിന്നെ നീ ആരാ? എടാ ലക്ഷപ്രഭു. അല്ലടേ, അതിന് ഈ കുക്കിനെയൊക്കെ വെക്കണ്ടായോ? ഷെഫോ? റെഡി. ഇതാരാ? ഞാൻ ഷെഫ് മേനോൻ, 5 സ്റ്റാർ ഹോട്ടലിലെ കുക്ക. എന്റെ ഒരു അടിപൊളി ഒരു ഡിഷ് ഉണ്ട്, മലർവാണം. മലർ നിലയ്ക്കകത്ത് മീൻ ചുട്ടെടുക്കുന്ന പൊളി സാധനമാണ്. പിന്നെ തൊലിയൊക്കെ പൊളിച്ച് എണ്ണ ഒഴിച്ച ഒരു പരിപാടി ഉണ്ട്. എന്തുവാ? മീൻ്റെ അതെ, അതൊന്നും വേണ്ട. ഉഴുന്നുവട ഉണ്ടാക്കിയ ഉഴുന്നുവട. തൊളയിട്ടതാണോ തൊളയിടത്താണോ? തൊളയിട്ട്. നമ്മളിപ്പോ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്റർനാഷണൽ ബിസിനസ് ആക്കണം. സാബു അണ്ണന്റെ വട ഇന്റർനാഷണൽ. 50,000 വട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും തൊളയിട്ടത്. സാബേ കണ്ടോ, മിടുക്കനാ. ഞാൻ പറഞ്ഞില്ലേ? സമയം കളയണ്ട, 50,000 എണ്ണം കൊണ്ട് വിറ്റിട്ട് ഒപ്പോ ചെല്ല്. ഒരു പ്രശ്നമുണ്ട്. എന്തുവാടാ? ഞാൻ വട ഉണ്ടാക്കാനുള്ള പ്ലാൻ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ, വിൽക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കിയില്ല. അപ്പൊ ഈ ഉണ്ടാക്കി വെച്ച 50,000 വടയോ? 10 ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം. 5 ഞാനും കൊണ്ടുപോകാം. എന്തൊക്കെ ബഹളമായിരുന്നു. ഒരു ദിവസം 50,000 ഉഴുന്നുവട വിൽക്കുന്നു, 2 ലക്ഷം രൂപ ലാഭം. 5 ലക്ഷം രൂപ എടുത്ത് ഉഴുന്നുവട കൊണ്ടുപോകാൻ വണ്ടി മേടിച്ചിട്ടേക്കുന്നു. 1 കിൻഡൽ ഉഴുന്ന്, എണ്ണ, ഇതൊക്കെ ഞാൻ എവിടെ കൊണ്ട് താഴ്ത്തും? 1 കിലോ എണ്ണ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഈ ബുദ്ധിയില്ലാത്ത ആരാണ് ഷെഫാക്കിയത്? എടാ ആദ്യത്തെ ബിസിനസ് എല്ലാരും ഇങ്ങനെ ഫ്ലോപ്പാ. സത്യമായിട്ടും നീ ഡള്ളാവാതെ നമുക്ക് വേറെ ബിസിനസ് തുടങ്ങാം. അതിരിക്കട്ടെ, നിന്റെ ബാക്കി ഇപ്പൊ എന്തോ കാണും? എന്റെ കയ്യിലൊന്നുമില്ല. ലോൺ എടുത്തതിന്റെ ബാക്കി 5-5.5 ലക്ഷം രൂപ ബാങ്കിൽ കാണുമായിരിക്കും. എങ്കിൽ ഇനി മുതൽ നമ്മൾ പലിശക്ക് കടം കൊടുക്കുന്ന ടീംസ് ആണ്. നമ്മളോ? മുതലാളി എന്റെ റോള് കഴിഞ്ഞില്ലേ, ഞാൻ പോട്ടെ.
നീ പോവണ്ട, ഒരു മാസത്തെ ശമ്പളം തന്നല്ലോ. നേരെ നോക്ക്, വളരെ നോക്കേ. മടക്ക് മടക്ക് മടക്ക്. കാര്യം കത്തിയോ? നീ ഇനി ഷെഫ് മേനല്ല, ഗുണ്ട മനോജ്. ഈ ചിരി മാറ്റി ആറ്റിട്ടുണ്ടാക്ക്. അല്ല, നമ്മൾ ആദ്യം ആർക്ക് പലിശക്ക് കൊടുക്കും? ഒരാളുണ്ട്, ആരാ? ഒരു 1 ലക്ഷം രൂപ എടുത്ത്. നല്ല അത്യാവശ്യം വേണ്ട, നല്ല പലിശ തരാം. പലിശക്ക് കൊടുത്ത് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കയ്യിലിരുന്ന് 5 ലക്ഷം രൂപയും കൊടുത്ത് വീട് വിറ്റ് കിട്ടിയ 15 ലക്ഷം കൂടെ നാട്ടുകാർക്ക് കൊണ്ട് കൊടുത്ത് പലിശ കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പൊ പലിശയില്ല, മുതലില്ല. എന്റെ 20 ലക്ഷം രൂപ പോയത്. 6 മാസമായി, ഒരാൾ പോലും തിരിച്ചു വന്നിട്ടില്ല. മുതലാളി ഞാൻ പിരിക്കാം. നീ ഇനി പിണിക്കണ്ട, നീ പിണിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 6 മാസമായി. വിട്ട് പോട്ടെ പോട്ടെ, കുഴപ്പമില്ല. നീ മിണ്ടരുത്, നീ ഇതിനെല്ലാം കാരണം. ബിസിനസ് ഒക്കെ ആവുമ്പോ പൊട്ടത്തില്ലയോ? ബിസിനസ് ആവുമ്പോ പൊട്ടത്തില്ലയോ? ഞാൻ പിരിച്ചു ബാ അങ്ങോട്ട്. ആരായിട്ടും പൈസ ഉള്ളത്? ഇല്ല, സോമന്. എത്ര ലക്ഷം രൂപ? 5 ലക്ഷം രൂപ. പിരിക്കാൻ ബാ അങ്ങോട്ട്. കിട്ടാനുള്ള പൈസ ഇപ്പം കിട്ടണം, ഇവിടെ കിട്ടണം. എടാ നിനക്കൊക്കെ നാണമുണ്ടോ? ഒരാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ 10-100 വട്ടം ഈ വീട്ടിൽ കയറി ഇറങ്ങാൻ. എടാ കുറച്ചെങ്കിലും വിവരം വേണം. പാവപ്പെട്ടവന് പൈസ കൊടുത്തിട്ട് മേടിക്കാൻ നടക്കുന്നത് നാണമുണ്ടോടാ നിനക്കൊക്കെ? നിന്റെ 7 അയലത്തോട് ഉളുപ്പ് പോയിട്ടുണ്ടോടാ? ഉളുപ്പെന്ന് പറയുന്ന സാധനം ഉണ്ടോടാ നിനക്കൊക്കെ? കാശുള്ളവനെ അത് വേണ്ടാന്ന് വെക്കണം, അല്ല ഈ പാവം പിടിച്ചവന്റെ പുറകിനല്ല നടക്കേണ്ടത്. എടാ നിനക്കൊക്കെ സമൂഹത്തിൽ ഒരു വില ഉണ്ടോടാ? ഇങ്ങനെ തെണ്ടി അടക്കം ഓരോരുത്തരുടെ വീട്ടിൽ കയറി ഉണ്ടോടാ? ഉണ്ട്. അപ്പം പിന്നെ ഇങ്ങനെ നടക്കാവടാ വീട് കയറി? അയ്യോ ഇല്ല. നീ എന്തിനാണ് ഇറങ്ങി നടക്കുന്നത്? നിനക്ക് നാണം ഉണ്ടോ വല്ലവരും വാക്കും കേട്ട് ഇങ്ങനെ പൈസ പിരിക്കാൻ നടക്കാൻ? ഞാൻ അന്നേ മുതലാളിയോട് പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടെന്ന്. അതാ കുണം പിടിക്കത്തില്ല, പറഞ്ഞു കൊടുക്കടാ. കുളം പിടിക്കത്തില്ല മനുഷ്യ. അല്ലേ വേണ്ട, കുബേരൊക്കെ ഇപ്പൊ ഉണ്ടോ ആവോ ഒന്ന് വിളിച്ചു നോക്കാം. അതാ നല്ലത് നിനക്കൊക്കെ. വള്ളിയാണ് ഇവിടെ ശരിയാത്തില്ല, നമുക്ക് തിരിച്ചു പൈസ വേണ്ട വേണ്ട വേണ്ട. കുഴപ്പമില്ല വെച്ചോ, കുഴപ്പമില്ല. 5 ലക്ഷം രൂപ ലാഭിച്ചു തന്നേക്കുന്നത്. കമ്മീഷൻ തരണം കേട്ടോ. മലയാളി, നമുക്ക് അടുത്ത വീട്ടിൽ പോവാം. 20, 10, 30 ലക്ഷം രൂപയാ പോയത്. കയ്യിലിരുന്ന പൈസയും പോയി, വീടും പോയി. എടാ ബിസിനസ് ആവുമ്പോ നഷ്ടം വരും. നീ മിണ്ടര്, ബിസിനസിന്റെ പേര് നീ സംസാരിച്ചോ? നീ ഒറ്റടുത്ത് കയറുന്നു. നിന്റെ ബിസിനസ് കുറെ ഐഡിയയും പുല്ല്. ഒരു കാര്യമുണ്ട്, 0 ഇൻവെസ്റ്റ്മെന്റില് ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റിയ ഒരു മാർഗം ഉണ്ട്. 0 ഇൻവെസ്റ്റ്മെന്റിലോ? അത് കൊള്ളാം. എന്ത് പണിയാ? കല്യാണം കഴിച്ചാ മതി. അയ്യേ, സ്ത്രീധനം വാങ്ങാനോ? സ്ത്രീധനം ഞാൻ വാങ്ങത്തില്ല, ഞാൻ അന്തസ്സുള്ളവനാ. എടാ സ്ത്രീധനമല്ല, നമ്മൾ കാശുള്ള ഒരു വീട്ടിലെ പെങ്കൊച്ചിനെ കെട്ടുന്നു. അപ്പൊ അവർ അച്ഛൻ അവർക്ക് ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും കുറച്ച് സംഭവം കൊടുക്കുന്നു, കുറച്ച് പൈസ വല്ലതൊക്കെ. ആ പൈസ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു, ചെറുതായിട്ടൊന്ന് മറിക്കുന്നു, ഇപ്പൊ ലാഭം ഉണ്ടാക്കുന്നു, അത് തിരിച്ചതുപോലെ കൊടുക്കുന്നു. എടാ സ്ത്രീധനമല്ല. അത് ശരിയാ, റോളിംഗ് അല്ലയോ? റോളിങ്. അപ്പൊ കുഴപ്പമില്ലായിരിക്കും. ഇല്ല, നമുക്ക് ഇന്ന് തന്നെ പെണ്ണ് കാണാൻ പോവാ. ഇപ്പൊ തന്നെ പോവാ. ബാ 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 ബാ. അപ്പൊ അച്ഛാ, ഇതാണ് നമ്മുടെ പയ്യൻ നല്ല സ്വഭാവിയാണ്. ഇവന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇവനെ ഗൾഫില, അറബിയുടെ അണ്ടറല്ല. പുള്ളി വിചാരിക്കണം അറബി അങ്ങോട്ട് തീകണമെങ്കിലും ഇങ്ങോട്ട് തീകണമെങ്കിലും ഫുൾ കൺട്രോളും പവറും ഇവനില്ലാന്ന്. ഓ, അപ്പൊ തളർന്നു കിടക്കുന്ന അറബിയെ നോക്കുവാ മോനില്ലയോ? അയ്യോ അങ്ങനല്ല, അത്രയ്ക്ക് പിടിപാടാന്നാ പറഞ്ഞേ. നല്ല പയ്യനോ. ഓ അങ്ങനെ. എടാ മോനെ, നിങ്ങളപ്പോ സ്ത്രീധനമായിട്ട് എന്തുവാ പ്രതീക്ഷിക്കുന്നത്? അച്ഛാ, സ്ത്രീധനമായിട്ട് ഞാൻ 10ന്റെ പൈസ വാങ്ങിക്കത്തില്ല. കല്യാണം കഴിഞ്ഞിട്ട് 3 ദിവസം ഇല്ലയോ? റോളിങ്ങിനെല്ലാം ചോദിക്ക്, സഹായമായിട്ട് മതി. ചോദിക്കില്ല. റോളിങ് ഒന്നും പ്രശ്നമില്ല, പോ ചോദിക്ക് പോ. അച്ഛാ, മോനെ വാ. ശരിയടാ, പിന്നെ ഒന്ന് കാണാനിരിക്കുവായിരുന്നു ഞാൻ. അച്ഛാ, എനിക്ക് കുറച്ച് റോളിങ്ങിന്റെ. അത് തന്നെ ഞാനും പറയാൻ വന്ന്. ഒരു റോളിങ്ങിന്റെ ആവശ്യം ഉണ്ട്. എടാ മോനെ, എന്റെ ഈ വീടും പറമ്പും എല്ലാം. അയ്യോ അച്ഛാ, അതിപ്പോ എന്റെ പേരിൽ എഴുതൊന്നും വേണ്ട. എടാ മോനെ, നിന്റെ പേരിൽ എഴുതാനല്ല, ഇത് മുഴുവൻ സഹകരണ ബാങ്കിൽ പണയം വെച്ചേക്കുവാ. അത് എടുക്കുന്ന കാര്യം പറയാനാ. ഇത് മൊത്തം മക്കള് തന്നെ വീട്ടണം. പിന്നെ അച്ഛൻ ഒരു 50 ലക്ഷം രൂപയുടെ കടവുണ്ട്, അതും എന്റെ പൊന്നുമോൻ തന്നെ വീട്ടണം കേട്ടോ. അപ്പൊ ഈ കടം മാത്രമേ ഉള്ളോ? കടം മാത്രമല്ല, ഒരു FD ഉണ്ട് 30 ലക്ഷം രൂപയുടെ. ചെറിയൊരു ആശ്വാസം. 30 ലക്ഷം 30 ലക്ഷം അതങ്ങ് എടുത്താലോ അച്ഛാ? മക്കളെ, അത് എടുക്കണമെങ്കിൽ ഒരു 40 ലക്ഷം രൂപ അവിടെ കെട്ടാനുണ്ട്, എന്നാലേ അത് എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മക്കളെ, കടം വീട്ടാനാന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ അന്ന് സ്വർണ്ണത്തേലൊന്നും തൊട്ടുപോയേക്കരുത്. അതെങ്ങാനും കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ നീ ജയിലില്ല. മൊത്തം റോൾഡ് ഗോൾഡാ കേട്ടോ. പോയിട്ട് ഇഷ്ടം പോലെ പൈസ ആയിട്ട് അടുത്തോടെ വരുമ്പോൾ നമുക്ക് വലിയ ബിസിനസ് തുടങ്ങാം. മോലാളി, എന്റെ ശമ്പളം അടുത്ത മാസം അയച്ചു തരണേ.